ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു സമോസ റെസിപ്പി ആണ് കേട്ടോ. കാണുമ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളത്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമോസ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഗോതമ്പ് മാവിൽ ചെയ്യാം, പക്ഷേ മൈദയിൽ ചെയ്യുമ്പോൾ കുറച്ച് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. കുറച്ച് സമയം വരയ്ക്കും നമുക്ക് ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ അതിന് ആവശ്യത്തിന് പോലെ നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ആവശ്യത്തിന് പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് പോലെ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ മാവ് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മസാല ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിന് ആവശ്യത്തിന് പോലെയാണ് ഞാൻ സാധനങ്ങൾ ചേർത്തത്. അതായത് ഒരു 12 സമൂസ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് പോലെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു 3 മീഡിയം സൈസിലേക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടിട്ട് കൊടുത്തിരിക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയിൽ വിട്ടുപോയ കാര്യം എന്ന് പറയുന്ന സമയത്ത് വലിയുള്ളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. അത് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ മറന്നു തന്നെ ഇപ്പോഴാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റിയതിന് ശേഷം അതിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല സ്മൂത്തായിട്ട് ഉടയ്ക്കേണ്ട കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കഴിക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ മസാല മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മാവ് എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ സൈസിലേക്ക് എടുക്കുമല്ലോ, ആ ഒരു സൈസിലേക്ക് തന്നെ എടുത്തിട്ട് നമ്മൾ പരത്തിയും കൊടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതി. ഒരുപാട് നൈസാക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തിക്നെസ് വേണം കേട്ടോ. നമ്മൾ അതായത് മടക്കി കൊടുക്കുന്ന സമയത്ത് മാവ് നല്ല സോഫ്റ്റ് ആവും. നമ്മുടെ മൈദമാവ് എടുക്കുമ്പോൾ വലിഞ്ഞ് വരുമല്ലോ, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കീറി പോകാനും ചാൻസ് ഉണ്ട്. ചെറിയൊരു അളവിലേക്ക് തിക്നെസ് മതി. ഞാനിപ്പോൾ ഈ പരത്തിയിരിക്കുന്ന ഈ ഒരു അളവിലേക്ക്. അതിനുശേഷം ഇതൊരു 4 പീസാകുന്ന പോലെ നമ്മൾ കട്ടാക്കണം. സെൻറ്റർ ഭാഗത്തേക്ക് വിട്ടിട്ട് ബാക്കി 4 പീസ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു വശത്തായിട്ട് നമ്മൾ ഈ ഒരു മസാല വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ എതിർവശം ഇതിലേക്ക് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള 2 വശം ഉണ്ടല്ലോ, അത് നമ്മൾ ചെറിയ ചെറിയ നൂല് പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതാണ് നമുക്ക് ഈ മുകളിലെ ഭാഗം ആ ഒരു ഭംഗി വരുന്നത്. നമ്മൾ ഇതുപോലെ ചെയ്യും വേണം. ആദ്യം ഇതിൻ്റെ ഈ ഒരു എതിർവശമുള്ളത് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിങ്ങനെ കറക്റ്റായിട്ട് 3 ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കത്തി കൊണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 പീസ് ഉണ്ടല്ലോ, ആ 2 പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഓരോന്നായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങനെ 2 സൈഡിൽ നിന്ന് നമ്മൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ മുകളിലെ ഭാഗം നമ്മൾ ഈ ചെയ്യുന്നതുണ്ടല്ലോ, ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അത് നമ്മൾ കുറച്ച് ചൂടാറിക്കഴിഞ്ഞാലും ഈ ഒരു ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഈ മുകളിലെ ഭാഗം നമ്മൾ ഈ വെച്ച് കൊടുക്കുന്നത് ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായ പണിയാണ്, പക്ഷേ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഇഷ്ടത്തോടെ ചെയ്യണമെങ്കിൽ നമുക്കതിനൊരു വെറുപ്പുണ്ടാവില്ല. നമുക്ക് കുറച്ചൊരു എന്താ പറയുക, നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം നമുക്ക് ചെയ്യുമ്പോൾ. ആ ഒരു ഇൻട്രസ്റ്റോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മാവും കൂടെ തന്നെ എല്ലാം ഒന്ന് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അവസാനം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലിപ്പോൾ ഞാനൊരു 2 എണ്ണ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, വലിയ പീസാണല്ലോ. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് എണ്ണ ഒരുപാട് ചൂടാക്കി വെക്കണ്ട. നമ്മുടെ മാവിന് ചെറിയൊരു തിക്നെസ് ഉണ്ടല്ലോ, നമുക്കൊരു 2-3 ലെയർ വരുന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് സമയം കൊടുക്കണം നമ്മുടെ മാവൊന്ന് വേവാനായിട്ട്. അപ്പോൾ അതിനും എണ്ണ ഒരുപാടും ചൂടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഇളവിലേക്ക് ചൂടാക്കിയതിന് ശേഷം സിമ്മിൽ വെച്ച് മാവൊന്ന് വേവുന്ന ആ ഒരു സമയം കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ കണ്ടല്ലോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തിക്നെസ് ആക്കി പരത്തിയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ടല്ലേ നല്ല പൊങ്ങി വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കഴിക്കുന്ന സമയത്ത്.
അങ്ങനെ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാവുന്ന സാരിക്കും നമുക്ക് ഇട്ട് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ആ ഒരു ക്രിസ്പിനെസ്സും ടേസ്റ്റും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമോസ റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ടല്ലേ, അടിപൊളി സമോസ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു പറഞ്ഞ് ഇതുപോലൊരു സമോസ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമോസയും ടേസ്റ്റാണ്, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. കണ്ടല്ലോ, നല്ല ക്രിസ്പിനെസ്സാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ.